കിടിലം സംഭവമാണ്. ശ്രദ്ധിക്കാം, വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ക്വസ്റ്റ്യൻ ആണ്. PSC, KTET, SSC പോലത്തെ എക്സാമുകൾക്ക് സ്ഥിരമായിട്ട് മാത്സിൽ ചോദിക്കുന്ന ക്വസ്റ്റ്യൻ ആണ്. നോക്കൂ, 1 മുതൽ 2000 വരെയുള്ള തുടർച്ചയായ എണ്ണ സംഖ്യകളുടെ തുക കാണുക. ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ കാണുമ്പോൾ തന്നെ നമ്മൾ അത് വല്ല സ്കിപ്പ് ചെയ്തുകൊണ്ട് അടുത്തുമ്പോൾ പോകും. അങ്ങനെ പോകേണ്ട ആവശ്യമില്ല, വളരെ സിമ്പിൾ ആണ്. ഇതിന്റെ ഇക്വേഷൻ ഞാൻ ജസ്റ്റ് ഒന്ന് പറഞ്ഞുതരാം. അതാ n × n+1 / 2. ഇത് പഠിച്ചു വെച്ചാൽ ഏത് വലിയ സംഖ്യ ആണെങ്കിലും നമുക്ക് വളരെ പ്രയാസം ഇല്ലാതെ നിഷ്പ്രയാസം എന്ത് ചെയ്യാം, കാണാൻ കഴിയും. ഈ n എന്ന് പറഞ്ഞാൽ ആകെ എത്ര സംഖ്യ ഉണ്ട്? 1 മുതൽ 2000 വരെ എന്ന് പറയുമ്പോൾ 2000 സംഖ്യകളായിരിക്കും. ആദ്യം മനസ്സിലാക്കാം. അപ്പൊ n 2000 ആണ്. നോക്കാം നമുക്ക് 2000 × n+1 എത്രയാ? 2001 കൂട്ടുക അല്ലേ? ഇപ്പൊ എത്രയാ? 2001 / 2. 2 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ വെട്ടിപ്പോകും. 2000 വെട്ടുമ്പോൾ ഇവിടെ 1000 ആവും. ഓക്കെ, ഇനി എന്ത് ചെയ്യാം? നേരെ ഇൻറ്റു ചെയ്താൽ മതി. 1000 × 2001. സിമ്പിളാണ്. 1000 കൊണ്ട് ഡിവൈഡ് ഇൻറ്റു ചെയ്യുമ്പോൾ സിമ്പിൾ അല്ലേ? ഇതേ സംഖ്യ കൊണ്ട് എടുത്ത് എഴുതി കൊടുക്കുക. 1000 എത്ര പൂജ്യം ഉണ്ട്? 3 പൂജ്യം. 3 പൂജ്യം ഇട്ട് കൊടുത്താൽ ആൻസർ ആയി. ഇതാണ് ആൻസർ. അപ്പോൾ 1 മുതൽ 2000 വരെയുള്ള തുടർച്ചയായ എണ്ണ സംഖ്യയുടെ തുക എന്ന് പറഞ്ഞാൽ ഇതാണ് സംഖ്യ. ഏത് സംഖ്യ ആയിക്കോട്ടെ. ഇപ്പൊ ഇത് പറഞ്ഞപ്പോൾ ശ്രദ്ധിക്കാം, ഏത് സംഖ്യനായിട്ടും ഇപ്പോൾ 345 × 100 എന്നൊരു ക്വസ്റ്റ്യൻ വന്നാൽ ഇതിന് ആൻസർ കിട്ടാൻ സിമ്പിൾ അല്ലേ? ഞാൻ ഇത് പറഞ്ഞപ്പോൾ ഇതിന്റെ കൂടെ പറയാട്ടോ, 1000 പറഞ്ഞ കൂടെ പറയാണ്. എന്താ ചെയ്യാം? ഇതേ ആൻസർ ഉണ്ട്. ഇതാ 340 ഞങ്ങൾ എഴുതി കൊടുക്കുക. ഈ പൂജ്യം അങ്ങ് ഇട്ട് കൊടുത്താൽ 100 എത്രയാ? 2 പൂജ്യം. അപ്പോൾ 2 പൂജ്യം കൊടുത്താൽ ആൻസർ ആയി. ഇനിയിപ്പോൾ ഇത് നേരെ മറിച്ച് 1000 ആണെങ്കിൽ ഇവിടെ 3 പൂജ്യം കൊടുത്താൽ മതി. നേരെ മറിച്ച് ഇത് 10 കൊണ്ടാണെങ്കിൽ ഇവിടെ 1 പൂജ്യം എടുത്താൽ മതി. സിമ്പിൾ അല്ലേ? അപ്പോൾ ഇതിനോട് കൂടെ ഇതും കൂടി ഒന്ന് ചേർത്തി പറഞ്ഞതാണ്. അപ്പോൾ ഇത് ഏത് വലിയ സംഖ്യകളുടെ തുടർച്ചയായ എണ്ണ സംഖ്യകളുടെ തുക ചോദിച്ചാലും ഈ ഇക്വേഷൻ മറക്കാതെ n × n+1 / 2. n എന്ന് പറഞ്ഞാൽ ആകെ എത്ര നമ്പേഴ്സ് ഉണ്ട്, ആ നമ്പറാണ്. കണ്ടാ 1 മുതൽ 2000 വരെ എന്ന് പറഞ്ഞാൽ 2000 നമ്പർ ഉണ്ടാവുമല്ലോ. ഇനി 1 മുതൽ 5000 വരെയാണെങ്കിലോ 5000 നമ്പർ ഉണ്ടാവും. ചിലപ്പോൾ 1 മുതൽ 100 വരെയുള്ള എണ്ണ സംഖ്യയുടെ തുക ചോദിക്കുമ്പോൾ സിമ്പിൾ അല്ലേ? ഇതാ ഇതുപോലെ തന്നെ n × 100 × n+1 പറഞ്ഞാൽ 101 അല്ലേ? / 2. സിമ്പിൾ. ഇതാ 2 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ 50 ആകും. ഇവിടെ ഇൻറ്റു ചെയ്യാം. സിമ്പിൾ അല്ലേ? 101 × 50 എന്താണോ അതാണ് ആൻസർ.